രാഹുൽ ഗാന്ധി നടത്തിയ റോഡ് ഷോയിൽ മുസ്ലിം ലീഗും കോൺഗ്രസും പാർട്ടി പതാകകൾ ഉപയോഗിക്കാത്തതിനെ ചൊല്ലിയാണ് ഇപ്പോൾ സംസ്ഥാനത്ത് രാഷ്ട്രീയ വിവാദം ശക്തമായിരിക്കുന്നത്. സ്വന്തം പാർട്ടി പതാക ഉയർത്താൻ കഴിവില്ലാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രി ബിജെപിക്കായി നിലവാരമില്ലാത്ത പ്രസ്താവനകൾ നടത്തുകയാണ് എന്നാണ് യുഡിഎഫിന്റെ മറുപടി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ മുസ്ലിം ലീഗിന്റെ പതാകകൾ കൂടുതലായി ഉപയോഗിച്ചത് ബിജെപി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തെറ്റായ രീതിയിലുള്ള പ്രചാരണത്തിന് ഉപയോഗിച്ചിരുന്നു. അതിനാൽ തന്നെ ഇത്തവണ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ മുസ്ലിം ലീഗിന്റെ പതാക മാത്രമല്ല കോൺഗ്രസിന്റെ പതാകയും ഉപയോഗിച്ചില്ല. ഇതാണ് ഇപ്പോഴത്തെ വിവാദത്തിന് കാരണം. ഇന്നലെ രാഹുൽ ഗാന്ധി നടത്തിയ റോഡ് ഷോയിലെ ദൃശ്യങ്ങളാണിത്. പതാകകൾ ഒന്നും തന്നെ ഉപയോഗിക്കാതെ രാഹുൽ ഗാന്ധിയുടെ ചിത്രങ്ങൾ മാത്രമാണ് ഉപയോഗിച്ചത്. സ്വന്തം പതാക ഉപയോഗിക്കാൻ കഴിയാത്തത് ഭീരുത്വമല്ലേ എന്നാണ് മുഖ്യമന്ത്രിയുടെ ചോദ്യം. നിർണായക ഘട്ടത്തിൽ ബിജെപിയെ ഭയന്ന് പതാക ഒളിപ്പിച്ചിരിക്കുകയാണെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. ലീഗിന്റെ വോട്ട് വേണം, പക്ഷേ അവരുടെ പതാക പാടില്ലെന്ന നിലപാടാണ് കോൺഗ്രസിൻ്റേതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അതേസമയം ബിജെപിക്ക് ഗുണകരമാകുന്ന പ്രസ്താവനയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും തുടർച്ചയായി ഉണ്ടാകുന്നതെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ മറുപടി. ഇന്നലെ ആനി രാജയുടെ റോഡ് ഷോയിൽ CPIയുടെ കൊടി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. CPMന്റെ കൊടി എവിടെ പോയെന്നാണ് UDF നേതാക്കളുടെ മറുചോദ്യം. സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിലെ പതാക വിവാദം. ന്യൂസ് ബ്യൂറോ, കൽപ്പറ്റ.